സ്വന്തം കീശ വീർപ്പിക്കാൻ മാത്രം നോക്കുന്ന, അതിനായി ദുരന്തങ്ങളെപ്പോലും ചവിട്ടുപടിയാക്കുന്ന ഒരു കൊള്ളസംഘമായി കോൺഗ്രസ് മാറിയത്. 2018 മഹാപ്രളയം മുതൽ വയനാട് മുണ്ടക്കിയ ദുരന്തം വരെ കോൺഗ്രസ് നൽകിയ വീടുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആദ്യം വാഗ്ദാനങ്ങൾ നോക്കാം. 2018 പ്രളയകാലത്ത് KPCC പ്രഖ്യാപിച്ചത് 1000 വീടുകൾ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുനർജനി വഴി പ്രഖ്യാപിച്ചത് 217 വീടുകൾ. മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം രാഹുൽ ഗാന്ധി നേരിട്ട് പ്രഖ്യാപിച്ചത് 100 വീടുകൾ. യൂത്ത് കോൺഗ്രസിന്റെ വക പ്രഖ്യാപനം 100 വീടുകൾ. കൂടാതെ KPCC വക വേറെയും 100 വീടുകൾ. അതായത് മൊത്തം 1517 വീടുകൾ. കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നും. എന്നാൽ കേരളത്തിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ഈ പറയുന്ന 1517 വീടുകളിൽ ഒരൊറ്റ വീട് പോലും കോൺഗ്രസ് പണിത് നൽകിയത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എവിടെ പോയി ഈ വീടുകൾ? എവിടെ പോയി ഇതിനായി പിരിച്ച കോടിക്കണക്കിന് രൂപ? കോൺഗ്രസുകാർ മറുപടി പറയണം.